ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം മതി നമുക്ക് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ. പത്തിരിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മളിതൊന്നും ചെറുതാക്കി അരിഞ്ഞെടുക്കുകയോ ചതച്ചെടുക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ഞാനിവിടെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരകിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ തേങ്ങ ചിരകിയിട്ട് ചേർക്കാത്തതിൻ്റെ കാരണം നമുക്ക് തേങ്ങ കഷ്ണങ്ങളാക്കി എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ തേങ്ങ ചിരകുന്ന ആ ഒരു സമയം കൂടെ നമുക്ക് ലാഭിക്കാമല്ലോ. അതുകൊണ്ടാണ് തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണിത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ്, ചെറിയ ജീരകമല്ല കേട്ടോ. വലിയ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ളി വഴറ്റിയ ആ ഒരു ടേസ്റ്റും തേങ്ങ വറുത്ത ഒരു ടേസ്റ്റും കൂടെ ഈ ഒരു കറിക്ക് ഉണ്ടാവും. എല്ലാം ഒരേ സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നിറച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ മല്ലിപ്പൊടി. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മസാലകളൊക്കെ ഒന്ന് ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാലയ്ക്ക് ആ ഒരു മൂത്ത് വരുന്ന ആ ഒരു നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു മസാലക്ക് നല്ലൊരു മണമാണ് കേട്ടോ. തേങ്ങ വറുത്തൊക്കെ ആ ഒരു നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറൊന്ന് കഴുകിയതും കൂടെ വെള്ളം നമ്മൾ ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എരിവൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർക്കേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രത്യേകിച്ച് അളവുകളൊന്നും പറയാത്തത്. അപ്പോൾ നല്ല കുറുകിയ ചാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ പച്ചമുളക് അരിഞ്ഞതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല എരിവ് വേണ്ടവർക്കാണെങ്കിൽ നന്നായിട്ട് ചേർക്കാം. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി ഒക്കെ വെന്തതാണ്, എന്നാലും നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള കോഴിമുട്ട നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ടോ മുഴുവനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ കറി നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, കുറഞ്ഞ സാധനങ്ങൾ മതി. അപ്പോൾ ഉള്ളി ഇതൊക്കെ വഴറ്റുന്ന ഒരേ സമയം കൊണ്ട് തന്നെ എല്ലാം കൂടെ വഴറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് പത്തിരി, നൈസ് പത്തിരിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.